ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മതി, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമുക്ക് അടുപ്പിലോട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി അല്പം കൂടി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഈ പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ ഇതൊന്ന് കാരമലൈസായി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പഞ്ചസാര അലിയുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് 3-4 ഏലക്ക ഒന്ന് ഇട്ടിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ പഞ്ചസാര നന്നായി മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്തു. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് തിളച്ചും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് അടുക്കി പിടിച്ച് പോവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത്. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ യാതൊരുവിധ സ്മെല്ലൊന്നും വരില്ല കേട്ടോ. നിങ്ങൾക്കിനി ഫുഡ് കളർ മതിയെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ, ഞാൻ തിരികെ എടുത്ത തേങ്ങയാണിത്, 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 1/2 കപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും 1/2 കപ്പ് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അതുപോലെ 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നത്. ഓരോ 1/2 കപ്പ് ചേർക്കുമ്പോഴും ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനിയും നമുക്കൊരു 1/2 കപ്പ് കൂടി ചേർക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് തീ കൂട്ടി തന്നെ വെക്കാം. കാരണം ഇതെല്ലാം ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. നമ്മുടെ ഈ തേങ്ങയിൽ കിടന്ന് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തീ കുറച്ച് വെച്ചോളൂ. ഒരു മീഡിയം ഫ്ലെയിമിലോട്ടൊക്കെ വെക്കാം. നമുക്ക് തീ കുറച്ചും കൂട്ടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ തീ കൂട്ടി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടുക്കി പിടിക്കാൻ ചാൻസ് വരരുത്. ഞാൻ ഒന്ന് നെയ്യെടുക്കാൻ പോയതാണ്, ചെറുതായിട്ടൊന്ന് കരിഞ്ഞ്, കുഴപ്പമില്ല. ഇതിലേക്ക് അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ ആയെന്ന് കണ്ടാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് കംപ്ലീറ്റ് ചൂടാറാൻ നിൽക്കേണ്ട കേട്ടോ. നമ്മളിത് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ നമുക്ക് ആ ചൂട് താങ്ങാൻ പറ്റണം. ആ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ തുടങ്ങാം. അത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ നിൽക്കേണ്ട. അപ്പോൾ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സ്വീറ്റൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് കയ്യിലേക്ക് ഒരു അല്പം നെയ്യ് ഇതുപോലെ ഒന്ന് തടവിയതിന് ശേഷം, ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്, എന്നാൽ കംപ്ലീറ്റ് ചൂടാറിയിട്ടും ഇല്ല കേട്ടോ, കുറച്ച് ചൂടുണ്ട്. ഒരു കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് ഞാനിത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി നോക്കണം. കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇനി അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡിയായി. നമുക്ക് ആരെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഗസ്റ്റ് പെട്ടെന്നൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. ഒരുപാട് ടൈം ഒന്നും തന്നെ എടുത്തില്ല, 10 മിനിറ്റ് തികച്ചില്ല. അതിന് മുമ്പ് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും.